മരുന്നെല്ലാം എടുത്തോ തമ്പാനെ? എടുത്തണ്ണ. ആ മുറിയിൽ ഇനി ഒറ്റ ഗുളികയില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ആ, സൂക്ഷിച്ചു കൊടുക്കുക തമ്പാനെ. സൂക്ഷിച്ചോളാണ്ണ. സൂക്ഷിക്കാം. ഇതിലേതാ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഗുളിക? അല്ലെങ്കിൽ വേണ്ട, എല്ലാം ഒരുമിച്ച് കഴിച്ചോ. ഇതാ എല്ലാം നല്ലതാ, കഴിച്ചോ. ഇത്രയും ഗുളിക ഞാൻ രാത്രി കഴിക്കാറില്ല. അതെന്താ കഴിച്ചാല്? നിനക്കെന്താ ഇറങ്ങത്തില്ലേ? കഴിക്കടാ. ആ ഗുളിക എല്ലാം കൂടെ അയാളുടെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കടാ. സൂപ്പർ ഐഡിയ ആണോ? ഡാ കുറച്ച് വെള്ളം എടുക്ക്, അല്ലെങ്കിലേ ഗുളിക ഒഴുകി ചത്തുപോകും. എന്നാ കഴിക്കേ. രാത്രി ഇത്രയും ഗുളിക ഞാൻ കഴിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്ത് ഇത്രയും ഗുളിക കഴിച്ചാല് ഇറങ്ങത്തില്ലേ? ഏതൊക്കെ ടാബ്ലറ്റ്സ് ആണ് ഓരോ സമയത്ത് കൊടുക്കുന്നതെന്ന് അർച്ചനടുത്തേക്ക് മാത്രമേ അറിയൂ. ആ ബോക്സിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. വെറുതെ കളയുന്ന എന്തിനാ? അതെല്ലാം കൂടി കൊടുക്കരുത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികളുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു. ആണോ? എന്നാ പിന്നെ അതെല്ലാം കൂടി കൊടുത്തേക്ക് തമ്പാനെ. ശരി അണ്ണാ. കഴിക്കടോ, കഴിക്കാൻ. ഇനി ഞാൻ കഴിപ്പിക്കണായിരിക്കും. കഴിക്കടോ അങ്ങോട്ട്. കഴിക്കാൻ. എന്താടാ തുറക്ക്. മോർഡോ, അച്ഛന് മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് വേഗം പോണം. എന്തുപറ്റി? ഇവന്റെ കവളിലൊരു പാട്. മുറിയിൽ വെച്ച് പോലീസിനെ വിളിക്കാൻ നോക്കി, അതിനൊരു ഗിഫ്റ്റ് കൊടുത്തതാ. എന്തിനാ ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ അടി മേടിക്കുന്നത്? അർച്ചനെ, ഞാനൊരു കോംപ്രമൈസ് പറയാം. ഇത് ലാസ്റ്റ് കോംപ്രമൈസ് ആയിരിക്കും. അണ്ണൻ പറയണ. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കാം. ക്ഷമയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ സ്റ്റോപ്പിലാണ്. ഞാനൊന്ന് പറയട്ടെ തമ്പാനെ. ഒരു വാക്ക്, അർച്ചനയുടെ ഒരു വാക്ക് മാത്രം മതി. അനൂപ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാം. എനിക്കത് പറയാൻ മനസ്സില്ലെങ്കിലോ? അനൂപേണ്ട എന്റെ സഹോദരനാ. അദ്ദേഹത്തെ കൊല്ലാൻ ഞാൻ കൂട്ടുനിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിന്റെ ആങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാരും കൂടി കൊലക്കെടുക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇവള് പറയില്ല, തല്ലിക്കൊന്നാലും ഇവള് പറയില്ല. ഇനി ഞാൻ ക്ഷമിക്കില്ല. നിങ്ങൾക്കുള്ള സമയം അവസാനിച്ചു. ഇനി നീ പറഞ്ഞാലും മതി. പറടാ, അവനെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അർച്ചന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല. അനൂപേട്ടൻ എന്റെ സഹോദരനാ. അനൂപേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. വാക്ക് പറഞ്ഞിട്ട് തെറ്റിക്കുന്നോടാ. അവനെ കൊണ്ടുതരാന്ന് ഏറ്റത് നീയല്ലേ? നീ തന്നെ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറടാ, അവനെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എന്താ എന്റെ മക്കളെ ഒന്നും ചെയ്യും. നീ നേരത്തെ പറഞ്ഞില്ലേ എല്ലാത്തിനും ചുട്ടു തിന്നാൻ?
ചുടാൻ തന്നെയാണ് പോകുന്നത്. ചുട്ട് ചാമ്പലാക്കാൻ. തമ്പാനെ റെഡിയാണോ? കറുപ്പണിഞ്ഞാ പിന്നെ ഞാൻ കാലനാണെന്ന് ചിലർ പറയുമ്പോ ഞാനത് എതിർക്കാത്തത് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, അത് സത്യമായതുകൊണ്ടാണ്. കൊല്ലാൻ ഞാൻ തീരുമാനിച്ച പിന്നെ അത് തടയാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. അണ്ണാ ഇത് പെട്രോളാ. ഇനി ഒരൊറ്റ ചോദ്യം, അതിനുള്ള നിന്റെ ഉത്തരത്തില് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവിതം മാത്രമല്ല മരണവും ഉണ്ട്. ഇപ്പൊ നിന്റെ കയ്യിലാ ഇവിടെ എല്ലാവരുടെയും ജീവൻ. ഇവരൊക്കെ ജീവിക്കണോ മരിക്കണോന്ന് നിനക്ക് തീരുമാനിക്കാം. പറ, എവിടെ അനൂപ്? നിങ്ങളോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തമ്പാനെ റെഡിയാണോ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? അച്ഛാ, ഈ കാരണം ഈ വീട്ടിലുള്ള എല്ലാവരും കത്തി തീരാൻ പോവാ. അർച്ചനെ, ഈ കുടുംബം മുഴുവൻ കത്തി തീരട്ടെന്നാണോ നീ വിചാരിക്കുന്നത്? അച്ഛാ, അച്ഛനെങ്കിൽ ഇവളോടൊന്ന് സത്യം പറയാൻ പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ഇതിനകത്ത് കിടന്ന് കത്തി ചാമ്പലാവും. അർച്ചനെ, എന്തിനാ നീ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ കുരുതി കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ദേ, ഈ വീടിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അകത്ത് രോഗിയായ എന്റെ ഭർത്താവ് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ട്, എന്റെ നന്ദേട്ടൻ. അവര് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അവരുടെ ജീവന് പോലും നിനക്ക് ഒരു വിലയില്ല. അതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ ആങ്ങളുടെ ജീവിതം. സച്ചിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഇയാള് നമ്മളെല്ലാരും കൊല്ലും. മോളെ, ഞാനൊരു വയസ്സനാ. മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അത് നീ മറക്കരുത്. നന്ദൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്. അനൂപ് എവിടെയാണെന്ന് നീ ഇവരോട് പറയണമെന്ന് ഞാൻ പറയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് മോള് തീരുമാനിച്ചാ മതി. ഞങ്ങൾ കൂടെയുണ്ട്. ചേട്ടാ, വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അവൻ എവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഭൂമിയിൽ ഇനി നിങ്ങളും ഈ വീടും ഒന്നും ഉണ്ടാവില്ല. കത്തിത്തീർന്ന ശവങ്ങളും ഈ വീടിന്റെ അസ്ഥികൂടവും മാത്രമേ കാണൂ. തമ്പാനെ റെഡിയാണോ? നമ്മുടെ ആളുകളോടെല്ലാം പുറത്തിറങ്ങാൻ പറ. വേഗം അകത്തുള്ളവരെല്ലാം പിടിച്ച് വേഗം പുറത്തു പോകും. ശരിയാണോ? വാ വാ, ഇറങ്ങി ഇറങ്ങി, വേഗം വേഗം ഇറങ്ങി വാണ അങ്ങോട്ട്. അരുത്, കൊല്ലരുത്. ഞങ്ങളെന്തിനാ കൊല്ലുന്നേ? ദയവ് ഇത് ഞങ്ങളെ കൊല്ലരുത്. അപേക്ഷയുടെ യാചനയുടെ സമയം കഴിഞ്ഞു. ഇനി കാണാൻ കളി. ഇപ്പൊ കത്തി തീരാൻ പോവാല്ല. വേണ്ട വേണ്ട, പ്ലീസ്. വേണ്ട. അണ്ണ, ഇത് അവന്മാരാ.
എടുക്ക്. ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. കിട്ടിയോ? എപ്പോ? ഒരുത്തനും കൂടെ ഉണ്ടല്ലേ? അണ്ണാ, അവന്മാരെ കിട്ടിയണ്ണ. അവൻ ഒളിപ്പിച്ച സ്ഥലം കിട്ടി. നമ്മുടെ ആളുകൾ ഇപ്പൊ അവന്മാരെ പൊക്കും. ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. അവനെ ഒളിപ്പിച്ച സ്ഥലം എൻ്റെ ആളുകൾ കണ്ടെത്തി. തൽക്കാലം ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. എനിക്ക് വേണ്ടത് അനൂപിനെ. അവനെ എനിക്ക് കിട്ടി. പക്ഷേ ഒന്നും മറക്കണ്ട, ഇപ്പൊ കൊന്നില്ല എന്ന് കരുതി ഇനി കൊല്ലില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ കയറി വന്നതും നമ്മുടെ കൂടിക്കാഴ്ചയെല്ലാം അവസാനത്തേതാണെന്നും കരുതണ്ട. അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ഇനി വരുന്നത് ഒരു ടാങ്കർ നിറയെ പെട്രോളുമായിട്ടായിരിക്കും. ഒരൊറ്റ എണ്ണത്തിന്റെ ചാരം പോലും ബാക്കി വയ്ക്കില്ല ഞാൻ. അതുവരെ ഇതൊരു ബ്രേക്ക് മാത്രമാണ്. തമ്പാനെ, ആ, വേടാ. അർച്ചന, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈ വീടും ഞങ്ങളും എല്ലാം കത്തി ചാമ്പലായനെ. അച്ഛാ, എന്ത് ക്രൂരത ഇവള് നമ്മളോട് കാണിച്ചത്. നമ്മളെല്ലാരും ചത്താലും കുഴപ്പമില്ല, ഇവളുടെ ആങ്ങളെ മാത്രം രക്ഷപ്പെടണം. അത്രയ്ക്ക് സ്വാർത്ഥത ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അച്ഛാ? ദേ, ഇവളെ എല്ലാത്തിനും കാരണം. ഈ നിൽക്കുന്ന സച്ചിയുടെയും സന്ദീപിനെ കത്തിക്കരിഞ്ഞടക്കുന്ന ശരീരങ്ങൾ അച്ഛന് കാണാൻ സാധിക്കുമായിരുന്നോ? ആദ്യം സ്നേഹയുടെ കുഞ്ഞ്, പിന്നെ അനൂപും, അത് കഴിഞ്ഞ് പാവ എന്റെ നന്ദേട്ടൻ, അതും കഴിഞ്ഞ് ഇപ്പൊ ഈ ഗുണ്ടകളുടെ വിളയാട്ടം. കാലന്റെ കയ്യിന്നാ ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടത്. അത് ഓർമ്മ വേണം. ഇതിന്റെ എല്ലാം കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? ഇവളുടെ വയറ്റിലേക്ക് കുഞ്ഞി ഈ വീട്ടിൽ ജനിച്ചാ ഇവിടെ മുടിഞ്ഞ് വെണ്ണീറായി പോകുന്ന ആ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ മറന്നോ? ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് വേണോ വേണ്ടോന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കേ. എന്റെ അഭിപ്രായത്തിൽ ഈ കുഞ്ഞിനെ ഇവളുടെ വയറ്റ് വെച്ച് തന്നെ തീർക്കുന്നതാ നല്ലത്. നിർത്താ, ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എഴുതി എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ ഞാൻ കൊല്ലണോന്നാണോ? അതെ, കൊല്ലണം. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു നാടിനെയും, ഒരു നാടിന് വേണ്ടി ഒരു ഗ്രാമത്തെയും, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെയും, ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിൽ ഒരാളെയും കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറയുന്നത്. നിന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, നീ അതിന്റെ മുഖം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊല്ലണോ അതിന്? ഞാൻ തയ്യാറാണ്. അർച്ചന, എന്റെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അതിനും തയ്യാറാ. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാണ്ടാക്കാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുന്നതെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അനൂപിനെ കണ്ടെത്തിന്ന് ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും രക്ഷ.
എല്ലാം കൂടെ കത്തി ചാമ്പല ഇവിടെ കിടന്നേനെ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ വീടിന് വേണ്ടി, നിങ്ങളുടെ എല്ലാവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നും പ്രാർത്ഥിച്ചും വഴിപാട് നടത്തിയും ഞങ്ങൾക്ക് കിട്ടിയ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏയ് അർച്ചന, വേണ്ട സച്ചേട്ടാ, ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട. ഇവിടെയുള്ളവരുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണ്ട. നമുക്കിത് വിധിച്ചിട്ടില്ലെന്ന് മാത്രം കരുതിയാ മതി. അർച്ചന, പക്ഷേ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് എന്റെ അനൂപേട്ടനെ രക്ഷിക്കണം. ഒരു ഗുണ്ടയ്ക്കും കൊത്തിക്കേറി കൊല്ലാൻ ഞാൻ എന്റെ ഏട്ടനെ വിട്ടുകൊടുക്കില്ല. സച്ചേട്ടാ, അനൂപേട്ടനെ എനിക്ക് രക്ഷിക്കണം. സച്ചേട്ടൻ എന്റെ കൂടെ നിൽക്കില്ലേ? ഞാനുണ്ട് തന്റെ കൂടെ. താൻ വാ വാ. അണ്ണാ, ലൊക്കേഷൻ കിട്ടി. നീ വണ്ടി എടുക്ക്. എന്താ കിട്ടുന്നില്ലേ? ഇല്ല, ബെല്ലടിക്കുന്നുണ്ട്. താൻ ട്രൈ ചെയ്തോണ്ടിരിക്കെ, കിട്ടും. ആ, ഹലോ. എത്രയും പെട്ടെന്ന് അനൂപേട്ടനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടോ. ചെങ്കൽ മധും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ 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 ഹലോ. കട്ടായി. താൻ ഒന്നുകൂടെ ട്രൈ ചെയ്. റേഞ്ച് കട്ടായി. എന്തായാലും കാര്യം പറഞ്ഞല്ല. അത് കേട്ടോന്ന് ആർക്കറിയാം. ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ. എന്താ അവന്തികെ? നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അവനെ ജീവനോടെ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഗുണ്ടകളുടെ ആൾക്കാരായിരുന്നു. ആ ചെങ്കൽ മധുവും കൂട്ടരും ഈ വീട് ഇളക്കി മറിച്ചു. എനിക്ക് അതൊന്നും കേൾക്കണ്ട. എന്റെ അനൂപേട്ടന് എന്താ സംഭവിച്ചേ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ അനൂപേട്ടനെ ഒളിപ്പിച്ച സ്ഥലം ആ ചെങ്കൽ മധുവും കൂട്ടരും കണ്ടുപിടിച്ചു. അനൂപുള്ള സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്ത ആരാന്നറിയോ? ആരാ പറഞ്ഞു കൊടുത്തേ? അനൂപിന്റെ സ്വന്തം അളിയൻ തന്നെ, സച്ചി. ആ ഗുണ്ടകള് സ്വന്തം വീട്ടിൽ കയറി കളിച്ചപ്പോ അവൻ അനൂപിനെ കൈവിട്ടു. അനൂപ് ചത്താലും ജീവിച്ചാലും അവനൊന്നുമില്ലല്ലോ. ഇപ്പോ അവന്മാർ അനൂപിനെ തേടി പോയിട്ടുണ്ട്. അവരുടെ കയ്യിലെങ്ങാനും അനൂപിനെ കിട്ടിയാ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇനി അവള് നോക്കിക്കോളും ബാക്കി. അമ്മേ,
എന്താ മോള് എന്താ പറ്റിയേ? അമ്മയുടെ മോളും ഭർത്താവും കൂടി എന്റെ അനുപേട്ടനെ ചതിച്ചു. എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അവരെന്റെ അനുപേട്ടന് എന്തെങ്കിലും ചെയ്യും. മീരെ, അമ്മയുടെ മോളും മരുമോനും ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? അനുപേട്ടൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം അമ്മയുടെ മരുമോൻ തന്നെയാ ആ ഗുണ്ടകളോട് പറഞ്ഞു കൊടുത്തത്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാ. മീരെ, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? സച്ചി അച്ചു ഇതൊന്നും ഒരിക്കലും ചെയ്യത്തില്ല. അവര് രണ്ടുപേരും അനൂപിനെ ഒറ്റ കൊടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെയും മരുമോനെയും വിശ്വാസമായിരിക്കും, പക്ഷെ എനിക്ക് ആ വിശ്വാസം ഇല്ല. എന്റെ അനുപേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.